അപ്പോൾ വെൽക്കം വരുവൺ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറഞ്ഞേ, ഫിഫയൊക്കെ നമ്മുടെ വേൾഡ് കപ്പിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ സ്പെയിൻ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് എടുത്ത് നമ്മളെല്ലാവരും കണ്ടതാണ് മാച്ചൊക്കെ. അപ്പം ഞാനിന്ന് നമ്മുടെ ലോക ഫുട്ബോളിൽ തന്നെ ഇതിഹാസം എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു അത്ലറ്റ്, അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു ഫിറ്റ്നസ് ഉള്ള ഒരു വ്യക്തി എന്ന രീതിയിലൊക്കെ നമുക്ക് സുപരിചിതമായ ഒരാളെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ ഫിഫ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഫുട്ബോൾ കളിയുടെ ഇതിഹാസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരുമാതിരി നമുക്ക് മനസ്സിലാവും എന്താ സംഭവം ഉദ്ദേശിച്ചത്. ഇത്രയും വിശേഷണങ്ങളുള്ള ഒരാളെ കുറിച്ചാണ് സംസാരിക്കാൻ. ആളുടെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ്. അപ്പം നമുക്ക് ഏവർക്കും ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന പേരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ആ വ്യക്തി എന്തിലാണ് ഫോക്കസ് ചെയ്തേക്കണെന്ന് നമുക്കറിയാം, എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിത ശൈലിയെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പലരും ഗ്രൗണ്ടിലൊക്കെ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ ടീഷർട്ടൊക്കെ വലിച്ചു വരുന്നതും, അതുപോലെ തന്നെ എന്താ പറയുക കൊത്തി വെച്ച പോലെ അദ്ദേഹത്തിൻ്റെ ശരീരം ഇരിക്കാൻ അത്ര ഫിറ്റാണ് ആള്. എല്ലാം നല്ല എന്താ പറയുക ഫിഗേർഡ് ബോഡിയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം അങ്ങനെ ആ ബോഡി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ ബോഡി അങ്ങനെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 39 വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രൗണ്ടിലുള്ള പെർഫോമൻസ് കണ്ട നമുക്ക് അത്രയും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം 10, 20, 25 വയസ്സിൽ താഴെയുള്ള ആള് പോലും തോപ്പിച്ച് കളയുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആ ഗ്രൗണ്ടിൽ. അത്ര സ്പ്രിൻ്റാണ് ആള്. നമ്മൾ ഒരിക്കലും ആഡ് കണ്ടിട്ടുണ്ട് പണ്ട്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഡ് കണ്ടിട്ടുണ്ട്. എനിക്ക് വെഹിക്കിൾ, അതെ ഒരു കാറാണെന്ന് തോന്നുന്നു, കാറിൻ്റെ കൂടെ ആള് സ്പ്രിന്റ് ചെയ്യണ ഒരു 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 വീഡിയോ ആയിരുന്നു. അത് ഭയങ്കര ഭയങ്കര ഹൈപ്പ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു. ഒരുപാട് പേര് ആൾക്കാർ കണ്ടേക്കണ വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അത്ര സ്പ്രിന്റ് കാഴ്ചവെക്കാൻ ശേഷിയുള്ള ഒരാളാണ് ഈ 39 വയസ്സിൽ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം നോക്കണ ഫിറ്റ്നസിൻ്റെ കാര്യം കൊണ്ട് ഒന്ന് മാത്രമാണ് അദ്ദേഹം അത്ര സ്പ്രിന്റ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മളിന്ന് അദ്ദേഹത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് അദ്ദേഹം കഴിക്കാൻ അദ്ദേഹത്തിൻ്റെ ഡയറ്റ് പ്ലാൻ എന്താണ്, അദ്ദേഹത്തിൻ്റെ വർക്കൗട്ട് റുട്ടീൻ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സ്ലീപ്പിംഗ് പാറ്റേൺ എങ്ങനെയാണ്, അദ്ദേഹം മസിൽ റിക്കവറിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യണേ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഡയറ്റ് പ്ലാൻ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സാധാരണത്തെക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡയറ്റാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഡയറ്റ് നോക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഡയറ്റീഷ്യൻ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ 6 നേരമാണ് ഭക്ഷണം കഴിക്കുന്നത്. സാധാരണ ആൾക്കാരെ കൂട്ട് 3 നേരം അഥവാ 4 നേരമല്ല അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരു നേരം കഴിക്കും, അതുപോലെ തന്നെ ലഞ്ച് 2 നേരമായിട്ടാണ് അദ്ദേഹം കഴിക്കുന്നത്. പിന്നെ സ്നാക്സ്, വൈകുന്നേരത്തെ സ്നാക്സ് അദ്ദേഹം ഒരു നേരം കഴിക്കും, അതുപോലെ തന്നെ ഡിന്നർ 2 നേരമായിട്ട് കഴിക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് 2 ലഞ്ച് 1 സ്നാക്സ് 2 ഡിന്നർ, അപ്പോൾ 6. അപ്പോൾ ഇത്തരം ഒരു രീതിയാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്താ കഴിക്കുകയെന്ന് നമുക്ക് നോക്കാം. യൂഷ്വലായിട്ട് അദ്ദേഹം യൂസ് ചെയ്യണ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എഗ്സ് ആണ്. അതുപോലെ തന്നെ അവക്കാഡോ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ചീസ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ലോ ഫാറ്റ് യോഗർട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത്തരം ഫുഡ് ഐറ്റംസിൻ്റെ ഒരു മിക്സ് ആയിട്ടാണ് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അതിൻ്റെ കൂടെ തന്നെ ഷുഗർലെസ് ബ്ലാക്ക് കോഫിയും അദ്ദേഹം കഴിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇത്തരം സാധനങ്ങളാണ് അദ്ദേഹം ഉൾപ്പെടുത്താറുള്ളത്. അപ്പം ലഞ്ച് ഞാൻ പറഞ്ഞിട്ട് 2 നേരമായിട്ടാണ് അദ്ദേഹം കഴിക്കുന്നത്. അപ്പം ലഞ്ച് 1, അതായത് ആദ്യത്തെ ലഞ്ച് അദ്ദേഹം കഴിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് സാലഡായിട്ടാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒലീവ്സും അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ലഞ്ച് ഫസ്റ്റിൽ കൂടുതലും ഫോക്കസ് ചെയ്ത്. പിന്നെ തന്നെ സെക്കൻഡ് ലഞ്ചിൽ കൂടുതൽ കുറച്ചും കൂടി പ്രോട്ടീനായിട്ട് അദ്ദേഹം കഴിക്കുന്നത് ട്യൂണ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ സോൾട്ട് ഫിഷ്. ഇങ്ങനത്തെ ഫിഷിൻ്റെ മീറ്റ് അദ്ദേഹം രണ്ടാമത്തെ ലഞ്ചിൽ ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്തത് സ്നാക്സ്, അതായത് വൈകുന്നേരത്തെ ഒരു ഇടനേരം കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞത് നമ്മൾ മലയാളികൾ കൂട്ട് ചായം ഒരു ഡീപ് ഫ്രൈ ചെയ്ത ഒരു കടി അങ്ങനത്തെ സാധനങ്ങളല്ല കഴിക്കുക. നമ്മളാണെങ്കിൽ എന്താ കഴിക്കുക, ഒരു പരിപ്പോടെ അല്ലെങ്കിൽ ഒരു ഉണ്ടംപൂരി പഴംപൂരി എന്തെങ്കിലും മേടിച്ച് കഴിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതി അങ്ങനെയല്ല. അദ്ദേഹം വൈകുന്നേരം കഴിക്കുന്നത് കൂടുതൽ കട്ട് ഫ്രൂട്ട്സ് ആയിരിക്കും, പിന്നെ കൂടി വന്നൊരു അവക്കാഡോ ടോസ്റ്റ് ചെയ്ത് കഴിക്കാറുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മിക്കപ്പോഴും ഉള്ള വൈകുന്നേരത്തെ, അതായത് സ്നാക്സ് ആയിട്ട് അദ്ദേഹം കഴിക്കുന്നത് ഇതൊക്കെയാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡിന്നറിൻ്റെ കാര്യം കയറാം.
അപ്പോൾ ഡിന്നർ 2 നേരമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഡിന്നറിൻ്റെ മീലായിട്ട് കൂടുതൽ കഴിക്കുന്നത് ഫിഷാണ് കൂടുതൽ ഉൾപ്പെടുത്താറുള്ളത്. രണ്ടാമത്തെ ഡിന്നറിൽ അദ്ദേഹം ഉൾപ്പെടുന്നത് ചിലപ്പോൾ സ്റ്റീക്കായിരിക്കും, അതല്ലെങ്കിൽ ചിക്കൻ ആയിരിക്കും ഉൾപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ചിക്കനെ പറയുന്നത് ഒരു മാജിക്കൽ ബേർഡ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ചിക്കനെ. കാരണം അത്രയും ലോ ഫാറ്റിൽ അത്ര പ്രോട്ടീൻ തന്നെ മറ്റൊരു ഫുഡ് ഐറ്റം ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ട് സെക്കൻഡ് ഡിന്നറിൽ അദ്ദേഹം ഈ പറഞ്ഞിട്ട് സ്റ്റീക്ക് അല്ലെങ്കിൽ ചിക്കനാണ് ഉൾപ്പെടുത്താറുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ വെജിറ്റബിൾസ് കഴിക്കാറുണ്ട്, അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ക്യുനോവയും ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും ഫുഡ് ഐറ്റംസാണ് അദ്ദേഹം ഒരു ദിവസത്തെ ഡയറ്റായിട്ട് ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ അടുത്തത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്കൗട്ട് റുട്ടീൻ കാണാം. അപ്പോൾ വർക്കൗട്ട് റുട്ടീൻ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടൊരു വർക്കൗട്ട് റുട്ടീൻ ഫോളോ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. കാരണം എന്താ വെച്ചാൽ ഈവൻ നമ്മുടെ ഫുട്ബോൾ പ്രാക്ടീസിന് പുറമെ അദ്ദേഹം ഒരു ആഴ്ചയിൽ 5 ദിവസം ജിമ്മിൽ പോകാറുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ആള് എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കണം അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഫുട്ബോൾ പ്രാക്ടീസിന് പുറമെയാണ് ഒരാഴ്ചയിൽ 5 ദിവസം ജിമ്മിൽ പോകുന്നത്. ഈ ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്യണ വർക്കൗട്ടുകളുണ്ട്. അതായത് അദ്ദേഹം ഫോക്കസ് ചെയ്യണ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഹിറ്റ് വർക്കൗട്ട്, കാർഡിയോ വർക്കൗട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ആണ് ഹിറ്റ് വർക്കൗട്ട്. അപ്പോൾ ഹിറ്റ് വർക്കൗട്ട് അദ്ദേഹം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കോറിനുള്ള വർക്കൗട്ട്, പിന്നെ ലെഗ്, ഈ 3 വർക്കൗട്ടാണ് പ്രധാനമായിട്ടും അദ്ദേഹം ഫോക്കസ് ചെയ്ത് ചെയ്യാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാമിനയ്ക്കും ഒരു പെർഫോമൻസിനും വേണ്ടിയിട്ടാണ് കൂടുതൽ ഹിറ്റ് വർക്കൗട്ടുകൾ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ആയിട്ടാണ് അദ്ദേഹം കോറിനും ലെഗ്സിനും ഉള്ള വർക്കൗട്ട് കൂടുതൽ ചെയ്യാറുള്ളത്. കോർ വർക്കൗട്ടിനായിട്ട് അദ്ദേഹം കൂടുതൽ ചെയ്യാറുള്ളത് പ്ലാങ്ക്, ക്രഞ്ചസ്, ലെഗ് റേസസ്, ഇങ്ങനത്തെ വർക്കൗട്ടുകളാണ് കൂടുതൽ കോറിനായിട്ട് എൻഗേജ് ചെയ്ത് അദ്ദേഹം സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന വർക്കൗട്ടുകൾ ഇതൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്പ്രിന്റ് വർക്കൗട്ട് ചെയ്യാറുണ്ട്, അതായത് സ്പീഡിലുള്ള ഓട്ടം അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബോക്സ് ജംപ്സ് ചെയ്യാറുണ്ട്. ബോക്സ് ജമ്പ് അവർക്ക് അവരുടെ ഫീൽഡിൽ നല്ല ഉപയോഗം കിട്ടണം, കാരണം ഹെഡൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നല്ല ജമ്പിങ് അദ്ദേഹത്തിന് നിർബന്ധമാണ്. അതുകൊണ്ട് ബോക്സ് ജംപ്സ് വർക്കൗട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്പ്രിന്റിങ് ഡ്രില്ലുകൾ അദ്ദേഹം ഫോളോ ചെയ്യാറുണ്ട്. ഏതൊരു വർക്കൗട്ടിന് മുമ്പിലും അദ്ദേഹം കറക്റ്റായിട്ട് വാമപ്പ് സെഷൻ നടത്താറുണ്ട്. കാരണം മസിലിനെ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് ഇഞ്ചറീസ് ഇല്ലാണ്ടിരിക്കാനും പ്രത്യേകം അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ വർക്കൗട്ടിന് മുമ്പ് വാമപ്പ് ചെയ്യാൻ നമ്മളായാലും അത് ഫോളോ ചെയ്യണം. വാമപ്പ് ചെയ്യണത് എപ്പോഴും നല്ലതാണ്. അടുത്തത് നമ്മൾ പറയണത് അദ്ദേഹത്തിൻ്റെ റിക്കവറി പാറ്റേൺ ആണ്. അതായത് എങ്ങനെ മസിൽ റിക്കവറിക്ക് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യാറുള്ളതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മസിൽ റിക്കവറിക്ക് വേണ്ടി അദ്ദേഹം പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഐസ് ബാത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മറ്റുള്ള ചില യൂട്യൂബ് വീഡിയോസിലെ കണ്ടിട്ടുണ്ട് എന്താണ് ഐസ് ബാത്ത്. അപ്പോൾ നല്ല ഐസ് ക്യൂബ്സ് ആയാലും അങ്ങനെ ആയാലും ഐസ് നല്ല രീതിയിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ആ ഒരു മസിൽ പെട്ടെന്ന് റിക്കവർ ആവാൻ അദ്ദേഹത്തിന് ഒരുപാട് സഹായിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അത് കറക്റ്റാണ്, സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അതുപോലെ തന്നെ അദ്ദേഹം സ്വിം ചെയ്യാറുണ്ട്. നല്ലൊരു വർക്കൗട്ട് സെഷൻ അല്ലെങ്കിൽ മറ്റേ ഒരു മാച്ച് എല്ലാം കഴിഞ്ഞ് വന്നാലും അദ്ദേഹം സ്വിം ചെയ്യാറുണ്ട്. തൻ്റെ മകനൊപ്പം സ്വിം ചെയ്യാറുണ്ട്, മകനോടൊപ്പം. അപ്പോൾ അത് അദ്ദേഹം പറയണത് മസിൽസിനെ റിലാക്സ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് സ്വിമ്മിങ് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ സ്ലീപ്പിംഗ് പാറ്റേൺ ആണ്. അപ്പോൾ വളരെ വളരെ വ്യത്യസ്തമായിട്ടൊരു സ്ലീപ്പിംഗ് പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. സാധാരണ ആൾക്കാർ ഉറങ്ങണോട്ട് ഒരു 6 to 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഉറക്കം കൊണ്ടുവരുന്നത്. പോളിഫേസിക് സ്ലീപ്പ് എന്നുള്ള ഒരു പാറ്റേൺ അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. പോളിഫേസിക് സ്ലീപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് 5-90 മിനിറ്റിൻ്റെ സ്ലീപ്പാണ് അദ്ദേഹം ഒരു ദിവസം എടുക്കുന്നത്. സാധാരണ നമ്മൾ ഉറങ്ങണ ഒരു 7 to 8 മണിക്കൂറിന് പുറമെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സ്ലീപ്പ് ഫോളോ ചെയ്യണേ. ചെറിയ ചെറിയ നാപ്സാണ്. 90 മിനിറ്റിൻ്റെ 5 തവണകളായിട്ടാണ് അദ്ദേഹം ഒരു ദിവസം ഉറങ്ങി തീർക്കുന്നത് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഈ 90 മിനിറ്റുള്ള ഈ ഉറക്കം സജസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്ലീപ്പ് കോച്ച് തന്നെയാണ്. അതുവഴി ആ ഫ്രഷ്നെസ് എപ്പോഴും നിലനിർത്താൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കോച്ച് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ അദ്ദേഹം ഫോളോ ചെയ്ത് പോകുന്നത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എപ്പോഴും ഫോക്കസ് ചെയ്യണത് മെൻ്റൽ ഹെൽത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മെൻ്റൽ ഹെൽത്ത്, നല്ല മെൻ്റൽ ഹെൽത്ത് ഉള്ള ഒരാൾക്കാണ് നല്ലൊരു ഫിസിക്കൽ ഹെൽത്ത് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശം. കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നല്ലൊരു സമയം ചെലവഴിക്കാറുണ്ട്. അദ്ദേഹം വൈഫിനൊപ്പം അദ്ദേഹത്തിൻ്റെ മകനൊപ്പം നല്ലൊരു ടൈം എപ്പോഴും സ്പെൻഡ് ചെയ്യാറുണ്ട്. ആ ഒരു ഇതിൽ നിന്ന് മെൻ്റലി നല്ല സാറ്റിസ്ഫൈഡ് ആണെന്നാണ് ആൾ പറയുന്നത്. അതുപോലെ തന്നെ ആ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഫിസിക്കലി എത്ര പെർഫോം ചെയ്യാൻ പറ്റുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷനാണ്. നമ്മൾ വെൽ മോട്ടിവേറ്റഡ് ആയിരിക്കണം ഈ ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. മോട്ടിവേഷനേ അല്ല,
മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം തന്നെ ഒരു പരിധി വരെ നമ്മൾ വെറുതെ കൊണ്ടു നടക്കാൻ കുറേ വീഡിയോസ് ഇരുന്ന് കാണും. ഞാൻ ഇപ്പം മോട്ടിവേറ്റഡ് ആയിട്ടായിരുന്നു പറയും, ഒന്നും ചെയ്യാനൊന്നും പോലുള്ള. അത് കണ്ട് കുറച്ച് നേരത്തേക്ക് അതിൻ്റെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ ഇന്ന് ചെയ്യും നാളെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊണ്ടു കിടക്കും, അത്ര ഉണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. അത് കുറേ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇതിൽ നിന്ന് കറക്റ്റ് കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, അത്ര ഫോക്കസ്ഡ് ആണ് ആള് ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ. ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് കൊണ്ടു കിടക്കുന്നത്, ഇത്ര പക്കയായിട്ട് വർക്കൗട്ട് കൊണ്ടു കിടക്കുന്നത്, അതുപോലെ തന്നെ സ്ലീപ്പിംഗ് പാറ്റേൺ എല്ലാം മസിൽ റിക്കവറിക്കൊക്കെ വേണ്ടി ചെയ്യണ കാര്യങ്ങളൊക്കെ ഭയങ്കര ഫോക്കസ്ഡ് ആണ് ആള് കാര്യങ്ങളിൽ. അദ്ദേഹം ഭയങ്കര കൺസിസ്റ്റൻ്റ് ആണ് കാര്യങ്ങൾ. കൺസിസ്റ്റൻസിയാണ് നമ്മളെ ഒരു എന്താ പറയുക, നമുക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിലോട്ട് നമ്മൾ എത്തിക്കുന്നത് കൺസിസ്റ്റൻസിയാണ്. അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തു പോണ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവുക. അതുപോലെ തന്നെ വെൽ ഡിസിപ്ലിൻഡ് ആയിരിക്കുക നമ്മുടെ കാര്യങ്ങളിലൊക്കെ. നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്താൽ ഇന്ന് നമ്മുടെ ഡയറ്റ് തുടങ്ങി 2 ദിവസത്തേക്ക് ആയിരിക്കരുത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് റൂട്ടീനും ചൂസ് ചെയ്യുക. അതുവഴിയാണ് നമുക്ക് നമ്മുടെ ഒരു എന്താണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു ഗോളിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇദ്ദേഹത്തിൻ്റെ ഒരു റുട്ടീനിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളെ കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റും. റൊണാൾഡോ ഫാൻസ് ഒരുപാട് പേരുണ്ടാവും ഇത് കാണുന്നത്. ഏതെങ്കിലും ഒരെണ്ണെങ്കിലും നമ്മളെ കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് റൊണാൾഡോനെ പോലെ ഒരു ഫിറ്റ്നസ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലെ ഒരു ഡയറ്റും കാര്യങ്ങളും വർക്കൗട്ടും ഒക്കെ നമ്മളെ കൊണ്ടും ഫോളോ ചെയ്യാൻ പറ്റട്ടെ, നല്ലൊരു ബോഡി ഷേപ്പിലേക്ക് നല്ലൊരു ഫിറ്റ്നസ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ്.